അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വിജയശങ്കർ ഡോക്ടറോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നെ പോലീസുകാർ നല്ല മർദ്ദിച്ചത് കാരണമാണ് എനിക്കിങ്ങനെ ആയതെന്ന് പറയണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ എത്ര പൈസ വേണമെങ്കിലും തരാമെന്ന് പറയണം കേട്ടോ. അതേസമയം ഡോക്ടർ അത് ശരിവെക്കുകയും ചെയ്യണമല്ലോ. പിന്നീട് അച്ചു വരികയാണ്. അച്ചു വന്നിട്ട് ഇപ്പോഴെങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ തന്നെ അച്ചുവിനെ കണ്ടെന്ന് തന്നെ വിജയശങ്കർ അങ്ങനെ കണ്ണടച്ച് കിടക്കുകയാണ് കേട്ടോ. ഡോക്ടർ പറയും, ഒരിക്കലും പേഷ്യൻ്റ് കണ്ണു തുറന്നിട്ടില്ല, ഇപ്പോൾ ഒന്നും ചോദിക്കാനും പറ്റില്ല, പേഷ്യൻറ്റിന് സുഖമില്ല എന്ന് പറയാൻ കേട്ടോ. അച്ചുവിനറിയാം, അതുപോലെ അർച്ചനയ്ക്കും അറിയാം ഇത് നാടകമാണ് എന്നുള്ളത്. അവർക്ക് രണ്ടു പേർക്കും അറിയാം. അതേസമയം ചന്ദ്ര വീട്ടിൽ പോയിട്ട് കുട്ടികൾ കാര്യങ്ങളൊക്കെ പറയല്ല. ചന്ദ്ര ആകെ കലി തുള്ളിയിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് വരികയാണ്. വരുമ്പോൾ തന്നെ വിജയശങ്കർ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞ് ആശുപത്രിയിലേക്ക് വരികയാണ് കേട്ടോ. ആശുപത്രിയിൽ വന്നിട്ട് അച്ചുവിനോട് തട്ടിക്കയറാണ് ചന്ദ്ര കേട്ടോ. നീ എൻ്റെ ഭർത്താവിനെ എന്താടാ നീ ചെയ്തത്? നിൻ്റെ ജോലിയുടെ പവറൊക്കെ ഞാൻ ഇല്ലാതാക്കി തരും. നീ ആരെയും അടിച്ചിരിക്കുന്നത്? അടിച്ചിട്ടൊന്നുമില്ല എന്ന് പറയണം കേട്ടോ. അച്ചു തീർത്ത് പറയുന്നുണ്ട്, ഞങ്ങളവരെ വിജയശങ്കർ ഇയാളെ ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങളുടെ ഭർത്താവിന് ഒരു ചുക്കും ചെയ്തിട്ടില്ല, മൂപ്പര് നെഞ്ഞി വേദനയാണെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്, വിജയശങ്കർ വെറും നാടകമാണ് എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ. ചന്ദ്ര അങ്ങനെ കലിതുള്ളാണ്. ചന്ദ്ര അച്ചു അടിച്ചിട്ടാണ് വിജയശങ്കറിനെ എങ്ങനെ ആയത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ നമ്മുടെ അച്ചുവിൻ്റെ അടുത്ത് അതൊരിക്കലും നടക്കില്ല. വിജയശങ്കറിൻ്റെ നാടകം പൊളിയും ചെയ്യും. അവസാനം ഡോക്ടറും കൂടി കുടുങ്ങാനുള്ള സാധ്യതയാണ് കേട്ടോ. അതേസമയം വീട്ടിൽ ആര്യയും ചിന്നുവും കൂടിയിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആര്യ ഇങ്ങനെ പറയുകയാണ്, എനിക്ക് ഒരുപാട് അടി കിട്ടിയതാണെങ്കിൽ അത് പറഞ്ഞ് മാഞ്ഞു പോകും കുറച്ച് സമയം കഴിഞ്ഞാൽ. എൻ്റെ മനസ്സിലേറ്റ മുറിവുകൾ ഭയങ്കരമാണ് ചേച്ചി, അത് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല, അതിൻ്റെ വേദന എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ചിന്നു പറയുന്നുണ്ട്, നീ ഇനി അതേക്കുറിച്ചിട്ടൊന്നും ആലോചിക്കണ്ട, ഇപ്പോൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ മാത്രം ആലോചിച്ചാൽ മതി, മോൾ അത് ആലോചിച്ചിട്ട് വിഷമിക്കണ്ട എന്നിങ്ങനെ പറയണം കേട്ടോ. ആര്യ ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ടാണ് നമ്മുടെ ചിന്നുവിനോട് പറയുന്നത് കേട്ടോ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ?